ഒന്ന് ദിനവൃത്താന്തം അധ്യായം 2. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിൻ്റെ പുത്രന്മാർ റൂബൻ, ശിമെയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആശേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ഷുവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേറഹിന് സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഹാർ കർമ്മിയുടെ പുത്രനാണ്. ഏഥാൻ്റെ പുത്രനാണ് അസറിയ. ഹെസ്രോൻ്റെ പുത്രന്മാർ യറഹമേൽ, റാം, കെലൂബായ്. റാം അബിനാദാബിൻ്റെയും അബിനാദാബ് യൂദാഗോത്രത്തിൻ്റെ നേതാവായ നഹ്ശോൻ്റെയും പിതാവാണ്. നഹ്ശോൻ സൽമയുടെയും സൽമ ബോവാസിൻ്റെയും ബോവാസ് ഒബേദിൻ്റെയും ഓബേദ് ജസ്സയുടെയും പിതാവാണ്. ജസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഏലിയാബ്, അമിനാദാബ്, ഷിമ്മ, നഥനേൽ, റദ്ദായി, ഓസം, ദാവീദ്. സിറിയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സിറിയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായേലിനായ യഥറായിരുന്നു അവൻ്റെ പിതാവ്. ഹെസ്രോൻ്റെ മകനായ കാലബിന് ഭാര്യയായ അസൂബായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേശർ, ശോബാബ്, അർദോൻ. അസൂബായുടെ മരണത്തിന് ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയയുടെയും ഊറി ബസാലേലിൻ്റെയും പിതാവായി. ഹെസ്രോൻ 60-ാം വയസ്സിൽ ഗിലെയാദിൻ്റെ പിതാവായ മാഹീറിൻ്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങളുണ്ടായിരുന്നു. ഹാവോത്തും കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിൻ്റെ പിതാവായ മാഹീറിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോൻ്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിൻ്റെ വിധവയായ എഫ്രാത്തയെ പ്രാപിച്ചു. അവളിൽ അവന് ആഷൂർ ജനിച്ചു. ആഷൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രോൻ്റെ ആദ്യജാതനായ യറഫ് മേലിൻ്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും ബൂന, ഓരൻ, ഓസെം, അഹിയ എന്നിവരും. യറഹ്മേലിന് അത്താറ എന്ന വേറൊരു ഭാര്യയുമുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യറഹ്മേലിൻ്റെ ആദ്യജാതനായ റാമിൻ്റെ പുത്രന്മാർ മാസ്, യാമിൻ, ഏക്കർ. ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിൻ്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിൻ്റെ പുത്രന്മാർ സേലത്ത്, അഫായിം. സേലത്ത് മക്കളില്ലാതെ മരിച്ചു. അഫായിമിൻ്റെ പുത്രനാണ് ഇഷി. ഇഷിയുടെ പുത്രൻ ശേഷാൻ. ശേഷാൻ്റെ പുത്രൻ അഹ്ലായി. ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ, ജോനാഥൻ. യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥൻ്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യറഹ്മേലിൻ്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യയർഹ എന്ന ഒരു ദാസനുണ്ടായിരുന്നു. ശേഷാൻ തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാൻ്റെയും നാഥാൻ സാബാദിൻ്റെയും പിതാവാകുന്നു. സാബാദിന് യഫ്ലാലും യഫ്ലാലിന് ഓബദും ജനിച്ചു. ഓബദ് യേഹുവിൻ്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായി ശല്ലൂമിൻ്റെയും പിതാവാണ്. ശല്ലൂമിന് യക്കാമിയായും യക്കാമിയായ്ക്ക് ഏലീഷാമായും ജനിച്ചു. യറഹ്മേലിൻ്റെ സഹോദരനായ കാലബിൻ്റെ ആദ്യജാതനും സീഫിൻ്റെ പിതാവുമാണ് മരേഷ. മരേഷായുടെ പുത്രൻ ഹെബ്രോൻ. ഹെബ്രോണിൻ്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റെക്കേം, ഷേമ. ഷേമ റാഹാമിൻ്റെയും അവൻ
യോർക്കയാമിൻ്റെയും പിതാവാണ്. റെക്കേം ഷമ്മായുടെ പിതാവ്. ഷമ്മായുടെ പുത്രൻ മാവൂൻ. മാവൂൻ്റെ പുത്രൻ ബത്സൂർ, ഹാരാൻ, മൂസ, ഗാസേസ് എന്നിവർ കാലബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസേസിൻ്റെ പിതാവാണ് ഹാരാൻ. യഹ്ദായിയുടെ പുത്രന്മാർ രേഗം, യോഥാം, ഗേഷാൻ, പെലത്ത്, ഏഫ, ഷാഫ്. മാഹ എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഫ് മക്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഹായിൽ ജനിച്ചു. കാലേബിൻ്റെ പുത്രിയാണ് അക്സ. ഇവർ കാലേബിൻ്റെ വംശപരമ്പരയിൽ പെടുന്നു. ഏഫ്രാത്തിൻ്റെ ആദ്യജാതനായ ഹൂറിൻ്റെ പുത്രന്മാർ കിര്യാത്ത് യെയാറിമിൻ്റെ പിതാവ് ശോബാൽ, ബെത്ലഹേമിൻ്റെ പിതാവ് സൽമ, ബെത്ഗാദറിൻ്റെ പിതാവ് ഹാരഫ്, അർദ്ധ മെനുഹോത്യർ, ഹരോവെ എന്നിവർ കിര്യാത്ത് യെയാറിമിൻ്റെ പിതാവായ ശോബാലിൻ്റെ വംശത്തിൽപ്പെടുന്നു. കിര്യാത്ത് യെയാറിമിൻ്റെ കുലങ്ങൾ ഇത്യർ, പുത്യർ, ശുമാത്യർ, മിഷ്രായർ. ഇവരിൽ നിന്ന് സെറാത്യരും എഷ്താവോല്യരും ഉത്ഭവിച്ചു. ബേത്ലഹേം, നെത്തോഫാത്യർ, അത്രോത്ത്, ബത്യോവാബ്, അർദ്ധ മനഹാത്യർ, സോറിയർ എന്നിവർ സൽമ വംശജരാണ്. യാബേസിൽ വസിച്ചിരുന്ന നിയമജ്ഞകുലങ്ങൾ തിരാത്യർ, ശിമയാത്യർ, സുക്കാത്യർ. റേഹാബ് കുടുംബത്തിൻ്റെ പിതാവായ ഹാമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ.